നമസ്കാരം. IWCampusലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് ലിനക്സോ അല്ലെങ്കിൽ വിൻഡോസിനെ പറ്റിയോ അങ്ങനെ ഒരു സ്പെസിഫിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയുന്നില്ല. പക്ഷേ ജനറലി എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോമ്പോണൻറ്റ്സ്, ക്ലാസിഫിക്കേഷൻസ്, ടൈപ്സ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാകുമ്പോഴത്തേനും ഒരു കംപ്ലീറ്റ് ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടും. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ ഒരു സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറും അതുപോലെ തന്നെ യൂസറും തമ്മിൽ ഉള്ളൊരു ഇന്റർഫേസ് ആണ്. ഇന്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു മീഡിയേറ്റർ ആണ്. ആ ഒരു മീഡിയേറ്റർ വഴിയാണ് യൂസേഴ്സ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഹാർഡ്വെയർ ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നതും. അന്നേരം ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ബേസിക്കലി നമുക്ക് മൊബൈൽ ഫോണുകളാവാം, അല്ലെങ്കില് ലാപ്ടോപ്പ് ആവാം, ഡെസ്ക്ടോപ്പ് ആവാം, അല്ലെങ്കില് മറ്റേതെങ്കിലും ഡിവൈസ് അതിനൊരു സിപിയുവും, റാമും, മെമ്മറിയും, ഈ ഹാർഡ് ഡിസ്കും അങ്ങനെ ഉള്ളൊരു സിസ്റ്റം ആവാം. എന്തും ആവാം ആ ഒരു സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് വർക്കാവണം. സോ ജനറലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോ CPU ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഓരോ സിസ്റ്റം ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കാണാറുള്ളത്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ്വെയറും കൂടെ ആയിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ എക്സാമ്പിളിലേക്ക് പോകാം. ഇപ്പോൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ വിൻഡോസ് 10 ഉണ്ട്, ഇപ്പോൾ വിൻഡോസ് 11 ആയിട്ടുണ്ട്, മാക് OS ഉണ്ട്, മാക് ബുക്കുകളൊക്കെ. അതുപോലെ തന്നെ ക്രോം OS ഉണ്ട്. നമ്മളുടെ ഗൂഗിളിൻ്റെ. അതുപോലെ ലിനക്സ് അതിൻ്റെ തന്നെ ഇഷ്ടം പോലെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഉബുണ്ടു, ഫെഡോറ, സൂസി, റെഡ് ഹാറ്റ്, അങ്ങനെ റെഡ് ഹാറ്റ് സെർവറാണ്. ബാക്കി ഇതിപ്പം ലാപ്ടോപ്പിൻ്റെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലാപ്ടോപ്പിന് പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി ഒരു ലാപ്ടോപ്പിൽ എന്താ ആൾക്കാർ ജനറലി ചെയ്യുക, സാധാരണ ഒരു സിംഗിൾ യൂസർ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങേയറ്റം 2 യൂസേഴ്സ്. 2 യൂസറൊക്കെ ആയിരിക്കും ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുക. എന്നാൽ ഒരേ സമയം ഒന്നിലധികം ആൾക്കാർ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ ചാൻസ് വളരെ കുറവ്. ഒരാളായിരിക്കും എപ്പോഴും ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരാൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നെ യൂസറാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ യൂസർ ഇന്റർഫേസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതായത് GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് റിച്ച് ആയിരിക്കണം. അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിന് പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇപ്പം ഗ്രാഫിക്കൽ യൂസേഴ്സ് അത്ര വലിയ രസമില്ലാന്നുണ്ടെങ്കിൽ അധികം ആൾക്കാർ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കാര്യം വളരെ പാടായി. അതായത് നമ്മളിപ്പം ലിനക്സിലാണെങ്കിൽ കമാൻഡ് ലൈനിൽ മാത്രം റൺ ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞ പോലാണ്. അപ്പം നമുക്ക് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കണം. അതുപോലെ അതിന് വേണ്ട ഒരു പർപ്പസ് മീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ജനറലി അങ്ങനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും നമ്മൾ സാധാരണ യൂസേഴ്സിന് കൊടുക്കുന്നത്. അതേസമയം സെർവറിലോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് CPUs മൾട്ടിപ്പിൾ CPU സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഹൈ എൻഡ് റാംസ് അതായത് 64 GB, 128 GB ഒക്കെ റാം സപ്പോർട്ട് ചെയ്യണം. അതുപോലെ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ജനറലി സെർവേഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വിൻഡോസ് സെർവർ 2019 അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2022. ലിനക്സ് സെർവറിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉബുണ്ടു ഉണ്ട്, റെഡ് ഹാറ്റ് ഉണ്ട്, സൂസി ഉണ്ട്. ഇതെല്ലാം സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിനും ഉബുണ്ടു കണ്ടു, സൂസി കണ്ടു. അതേപോലെ തന്നെ സെർവേഴ്സിൻ്റെ അകത്ത് ഉബുണ്ടു, സൂസി ഉണ്ട്. രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഉബുണ്ടുവിന് ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഉബുണ്ടുവിന് സെർവറും ഉണ്ട്. റെഡ് ഹാറ്റ് ആണ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഫെഡോറയാണ് അതിൻ്റെ ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സൂസിക്കും അതേപോലെ തന്നെ ഉണ്ട്. സോ അങ്ങനെ ഡെസ്ക്ടോപ്പും സെർവേഴ്സിനും അതിൻ്റേതായ സ്പെസിഫിക് ഈ പറഞ്ഞ ക്രൈറ്റീരിയകൾ വെച്ചിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. പിന്നെ മൊബൈൽ OS ഉണ്ട്. മൊബൈൽ OS ജനറലി അത് ടച്ച് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ടച്ച് സ്ക്രീനിന് പറ്റുന്ന രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഇപ്പം നിലവിൽ ഉള്ള മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിലൊന്നാണ് ആൻഡ്രോയിഡ്, അതുപോലെ ആപ്പിളിൻ്റെ iOS. പിന്നെ ജിയോ ഫോണിൻ്റെ ഒക്കെ എടുക്കുവാണെങ്കിൽ KaiOS ഉണ്ട്. KaiOS ഇപ്പം നല്ലതായിട്ട് കയറി വരുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പം KaiOSും ഒരു ഭാഗമാണ്. അപ്പം ഒരു മൊബൈൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻ സൈസിന് ലിമിറ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സെർവറിൻ്റെ ഒന്നും വലിയ കപ്പാസിറ്റി ഉള്ള പ്രോസസ്സേഴ്സ് ഒന്നും ആയിരിക്കില്ല. ഒത്തിരി കോർ ഉണ്ടെന്നേ ഉള്ളൂ. ഒരേ സമയം മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ടാണ് ഈ കോറുകൾ കൂട്ടുന്നത്. അപ്പം മൾട്ടി ടാസ്കിങ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രോസസ്സർ. അതുകൂടാതെ തന്നെ ചെറിയ സ്ക്രീന്, റീഫ്രഷ്, ക്യാമറ, സ്ക്രീൻ റീഫ്രഷിങ് റേഷ്യോ, അതുപോലെ ക്യാമറ, വൈഫൈ കണക്ഷന്, അതുപോലെ സെല്ലോ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം, ആൻറ്റിന സപ്പോർട്ട് ചെയ്യണം. സോ അങ്ങനെ
ഉള്ള രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തതായിരിക്കും മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓരോ പർപ്പസിനും വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ആഹ് ജനറലി പറഞ്ഞു കഴിഞ്ഞാല് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ആഹ് നേരത്തെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു. ഒരു ഹാർഡ്വെയറും അതുപോലെ തന്നെ യൂസറും തമ്മിലൊരു ഇന്റർഫേസ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അന്നേരം തന്നെ ആദ്യം തന്നെ വരുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ്. യൂസർ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാല് ആ ഇൻപുട്ടിനെ കൃത്യമായിട്ട് സിപിയുവിൽ എത്തിക്കുക. സിപിയു വഴി പ്രോസസ്സ് ചെയ്യുക. അതിനൊരു ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ജനറലി ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇൻസ്ട്രക്ഷൻസ് ആണ് പറയുന്നത്. ഇൻസ്ട്രക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പം ആഹ് ഇൻസ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സിപിയുവിൽ എത്തിച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള ആം, എന്താ പറയുക ഔട്ട്പുട്ട് എടുക്കുന്ന കാര്യങ്ങളാണ് ജനറലി ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്ത് വരുന്നത്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്കറിയാം നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ പല ടൈപ്പ് ഡിവൈസുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് തന്നെ ഈ ലാപ്ടോപ്പിന് ഇൻപുട്ട് എടുത്താൽ ദാ ഇവിടെ ഈ ഒരു മൗസ് കർസർ നീങ്ങുന്നുണ്ടല്ലേ? ഇതൊരു ഇൻപുട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ആണ്. അതൊരു ഔട്ട്പുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പ്രിന്റർ കണക്ട് ചെയ്യുവാണെങ്കിൽ അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സോ അങ്ങനെയുള്ള ഇൻപുട്ട്, ഔട്ട്പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതിനൊരു പ്രത്യേകം കോമ്പോണൻറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെമ്മറി മാനേജ്മെന്റ്. മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ റാം, വോളട്ടൈൽ മെമ്മറിയാണ് ജനറലി അവിടെ റെഫർ ചെയ്യുന്നത്. അപ്പം റാമിൻ്റെ അകത്ത് ഒരു ആപ്ലിക്കേഷന് വേണ്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ട് റാമിൽ ലോഡ് ചെയ്യാൻ പറ്റണം. ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അത് റിലീസ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ റീഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. അതിന് വേണ്ട ഫയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റാമിൽ റണ്ണാക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഫയൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുവാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡായി വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇപ്പോൾ വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ വിൻഡോസിൻ്റെ ഫയൽസ് ഉണ്ടായിരിക്കും. ലിനക്സിൻ്റെ ആണെങ്കിൽ ലിനക്സിൻ്റെ ഫയൽസ് ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ റീഡ് ചെയ്യണ്ടേ? ഈ ഫയലുകൾ എന്താണെന്നും അതുപോലെ ആ ഫയൽ റീഡ് ചെയ്യാൻ പറ്റണം. സോ അത് ഫയൽ റീഡ് ചെയ്യണമെങ്കിൽ ആദ്യം ആ ഒരു സ്റ്റോറേജ് റീഡ് ചെയ്യാൻ പറ്റണം. ആ സ്റ്റോറേജിൻ്റെ ആ ഒരു പാർട്ടീഷൻ അല്ലെങ്കിൽ എങ്ങനെയാണോ സ്റ്റോറേജ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റണം. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ CIFS ഫയൽ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ലിനക്സ് ആണെന്നുണ്ടെങ്കിൽ EXT ഫയൽ സിസ്റ്റവും അങ്ങനെ കുറേ ഫയൽ സിസ്റ്റംസ് ലിനക്സിനും ഉണ്ട്. ലിനക്സ് ഇപ്പം CFSഉം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ഫയൽ സിസ്റ്റംസും പാർട്ടീഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വർക്ക് ചെയ്യാൻ പറ്റണം. അടുത്തത് പ്രോസസ്സർ മാനേജ്മെന്റ് ആണ്. ഈ പ്രോസസ്സറിൻ്റെ അകത്തോട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് അയക്കണുണ്ട് അല്ലേ? ഈ കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഈ യൂസറിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഹാർഡ്വെയറിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് പ്രോസസ്സറിൻ്റെ അകത്താണ്. അപ്പോൾ ഈ പ്രോസസ്സറിൻ്റെ അകത്തോട്ട് പോകുന്ന ഇൻസ്ട്രക്ഷൻസ് ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോസസ്സർ നോക്കുമ്പോൾ എല്ലാ സൈഡിൽ നിന്ന് ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് അവിടുന്ന് ഇവിടുന്ന് എല്ലാം വരും അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും പ്രോസസ്സറിന് തന്നെ കൺഫ്യൂഷൻ ആവും എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിന് പകരം അതിന് കൃത്യമായിട്ടുള്ളൊരു പ്രോസസ് ക്യൂ ഉണ്ടാക്കിയിട്ട് ആ പ്രോസസ് ക്യൂ വഴി നമ്മൾ പ്രോസസ്സിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രോസസ്സറിന് അത് പ്രോസസ്സ് ചെയ്യാനും എളുപ്പമായിരിക്കും. സോ അതാണ് പ്രോസസ്സർ മാനേജ്മെന്റ്. പിന്നുള്ളത് ജോബ് പ്രയോറിറ്റിയാണ്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരേ സമയം കയറി വന്നു. ഇതിൽ ഏതിനാണ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു 5-6 ഫയൽസ് ഓപ്പൺ ചെയ്യാനായിട്ട് കുറേ ക്ലിക്കുകൾ ചെയ്തു. അന്നേരം ഇതിൻ്റെ അകത്ത് ഏത് ഫയലാണോ ആദ്യം ഓപ്പൺ ആയി വരേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫയലുകൾ ഓപ്പൺ ആയി വരേണ്ടത് എന്നുള്ളത് അതിൻ്റെ ആ ഇൻസ്ട്രക്ഷൻസും കൃത്യമായിട്ട് പ്രയോറിറ്റി ബേസിസിൽ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യും. അന്നേരം പ്രയോറിറ്റി ഉണ്ട്. ഓരോ പ്രോസസ്സിനും അല്ലെങ്കിൽ കുറേ പ്രോസസ്സുകൾ ഒരുമിച്ച് വന്നാൽ അതിന് ഏത് പ്രോസസ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ഷെഡ്യൂളിംഗ് ഓഫ് റിസോഴ്സസ് ആൻഡ് ജോബ്സ്. അപ്പം നമുക്ക് നമ്മുടെ ഒരു റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർഡ്വെയർ റിസോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്നേരം ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള റിസോഴ്സുകളെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഈ ഹാർഡ്വെയർ റിസോഴ്സ് ആണെങ്കിൽ പോലും ഇപ്പം നമുക്ക് ഇപ്പം ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആ ഒരു ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോട്ടോക്കോൾ ഏതാണ് ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പം അതിന് ഇപ്പം നെറ്റ്വർക്ക് ആണെങ്കിൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലോട്ടാണ് ഫയൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ
ആ ഹാർഡ് ഡിസ്കുമായിട്ടുള്ള കണക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളുടെ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു എക്കോ സിസ്റ്റം ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ആ വിത്തിൻ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സാധാരണ അത് റൺ ചെയ്യുന്ന രീതികളുണ്ട്. അതിൻ്റേതായ എന്താ പറയുക ആർക്കിടെക്ചറിലായിരിക്കും ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മിസ്ബിഹേവ് ചെയ്താൽ അത് ഒരു ത്രെട്ടാണ്, അല്ലെങ്കിൽ അത് ഒരു കറക്റ്റ് ആയിട്ടൊരു കാര്യമല്ല. സോ അങ്ങനെ വരുന്ന മിസ്ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഒരു OSനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ വൈറസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നോർമലി റൺ ചെയ്യേണ്ട ഒരു കാര്യം നോർമലായിട്ട് റൺ ചെയ്തിട്ട് ആഹ്, എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനാണ് വൈറസ് അല്ലെ മാൽവെയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ അങ്ങനെ ഉള്ള വൈറസും മാൽവെയറിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ്. പിന്നെ മോണിറ്ററിങ് ആക്ടിവിറ്റീസ് ആണ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അത് ലോഡായി വന്നത് സമയം മുതൽ അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഓപ്പൺ ആക്കി. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കി? ആ ആ യൂസറിൻ്റെ പേര് നോക്കും. എപ്പോഴാണ് ഓപ്പൺ ആക്കിയ സമയം, ടൈം സ്റ്റാമ്പ് നോക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് ജോബ് അക്കൗണ്ടിംഗ് ഉണ്ട്. ജോബ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് മോണിറ്റർ ചെയ്യുന്നില്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ലോഗ് ആക്കി എഴുതി വെക്കും. എന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യും. ഭാവിയിൽ ഓഡിറ്റിങ്ങിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോറൻസിക്സ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ലോഗുകൾ എടുക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഗേറ്റ് എടുത്തു. നമ്മളിപ്പം ഇപ്പോൾ ഒരു ഗേറ്റ് ഉണ്ടെന്ന് വെച്ചു. നമ്മുടെ ഓഫീസിന് മുമ്പിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ എൻട്രൻസിൻ്റെ അവിടെയോ ഒരു ഗേറ്റ് ഉണ്ട്. അതിൽ സെക്യൂരിറ്റി ഉണ്ട്. അവിടെ ഒരു എൻട്രി ബുക്ക് ഉണ്ട്. വരുന്ന ആൾക്കാരും പോകുന്ന ആൾക്കാരുടെ എല്ലാം കൃത്യമായിട്ടൊരു എൻട്രി അവിടെ എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ അകത്ത് നടന്നു കഴിഞ്ഞാൽ ആരൊക്കെ വന്നു പോയി എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഉണ്ട്. എത്ര സമയത്ത് വന്നു, എപ്പം പോയി, കോൺടാക്ട് നമ്പർ എത്ര, പേരെന്തുവാ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐഡി കാർഡ് നമ്പർ എന്തുവാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം. എന്ന് പറഞ്ഞ പോലാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൃത്യമായിട്ടുള്ള അതിൻ്റെ പ്രോസസ്സും അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് സംഭവിച്ചത് അതെല്ലാം കൃത്യമായിട്ട് ലോഗാക്കി എഴുതി വെക്കും. അതാണ് അതിനകത്തെ മറ്റൊരു ഫീച്ചർ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ജനറലി നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ.